നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാണ് വേനൽക്കാലത്ത് ശരിക്കും ഫേസ് ഒന്ന് ക്ലിയർ ആക്കി വെക്കാനും ടാനൊക്കെ കളഞ്ഞ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കളഞ്ഞൊന്ന് നമുക്ക് ഓവറായിട്ട് വേനൽക്കാലം നമുക്ക് ഒരുപാട് സ്കിന്നിനെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. സ്കിന്നിൽ ടാൻ അടിയാനും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടാകാൻ എളുപ്പമാണ്. പിന്നെ നമുക്ക് ഈ രീതിയിൽ സൺസ്ക്രീനും കൂടെ ഒന്ന് ലോഷനും ഒന്ന് യൂസ് ചെയ്യുമ്പോഴും ഒരുപാട് ഹെൽത്തായിട്ടിരിക്കും. പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ഫേസിൽ സോപ്പും ഫേസ് വാഷൊന്നും അധികം യൂസ് ചെയ്താൽ കൊണ്ടു നടക്കുക, അധികം മേക്കപ്പ് ഇടാതിരിക്കുക. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ സ്കിൻ എപ്പോഴും നല്ല സ്മൂത്തും ആ ഒരു ടാനൊക്കെ മാറി നല്ല തിളക്കത്തിലും നല്ല ക്യൂട്ടായിട്ടും ഇരിക്കും. നമുക്ക് ചുളിവുകളൊക്കെ ഉണ്ടാവാതെ എപ്പോഴും സ്കിന്നിന് നമ്മളൊരു ഫ്രഷ് ആയിട്ടിരിക്കണേ അതിന് മൈൽഡായിട്ട് തന്നെ നമ്മൾ നോക്കണം. കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ ഈ കണ്ണാടി നോക്കി ഇങ്ങനെ തുടച്ചാൽ നമുക്കറിയാൻ പറ്റും എവിടെയാണ് നമ്മുടെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതെന്ന്. നമ്മളിപ്പോൾ അല്ലാതെ തുടയ്ക്കുമ്പോൾ അത് അറിയാൻ പറ്റത്തില്ല. ഫുൾ എടുത്ത് ഇങ്ങനെ ഒന്ന് തുടച്ച് മാറ്റുക. ഇപ്പം ചൂട് കാലത്തെന്ന് പറയുമ്പോൾ നമ്മുടെ വിയർപ്പ്, ടാൻ അടിയുന്ന പൊടിയൊക്കെ ആയിട്ട് ഒരുപാട് ഡെഡ് സ്കിന്ന് നമ്മുടെ ബോഡിയിൽ നമ്മുടെ സ്കിന്നിലൊക്കെ അടിയാറുണ്ട്. ഒരു നെറ്റി, കണ്ണ്, ചുണ്ടെല്ലാം ഇങ്ങനെ തുടച്ചെടുത്തു. ചെവിയുടെ ഉള്ളൊക്കെ പ്രത്യേകമായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ചെവിയുടെ പുറക് പെട്ടെന്ന് നമ്മൾ അറിയാതെ തന്നെ ചെളി പിടിക്കുന്ന ഒരു ഏരിയ ആണ് അവിടെയൊക്കെ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുണ്ടോ, നല്ല രീതിയിൽ തന്നെ അതിൽ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ ഇളകി പോന്നിട്ടുണ്ട്. നമ്മൾ എന്നും ക്ലീൻ ചെയ്യുന്നതാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ കുറേ അധികം നമ്മുടെ ഫേസിൽ നിന്ന് കിട്ടാൻ കാണും. ഇനി നോർമൽ വാട്ടറിൽ കഴുകൂടെ നമുക്ക് ടിഷ്യൂ വെച്ച് തുടയ്ക്കാം. ഇത് നമുക്ക് അലോവേര ജെല്ല്, റോസ് വാട്ടർ, ഇത് ഇച്ചിരി പഞ്ചസാരയാണ്. അപ്പോൾ നമ്മുടെ ഫേസിൽ ടാനൊക്കെ കളയാനായിട്ട് ചൂട് കാലത്ത് ടാൻ കളയാനായിട്ട് ഇത് മൂന്നൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഫേസിലിടണം. ഇത് നമ്മൾ ഇതുണ്ടോ, ഒരു അര സ്പൂൺ പഞ്ചസാര എടുക്കുക, ഒരു 2 ഡോട്ട് അലോവേര ജെല്ല്, അത് നമുക്ക് നേച്ചേഴ്സിൻ്റെയൊക്കെ വാങ്ങിക്കുന്ന ജെല്ലാണ് നല്ലത്. പിന്നെ റോസ് വാട്ടർ ശകലം ഒഴിക്കുക, പഞ്ചസാരയായിട്ട് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ചെറിയൊരു തരിതരിപ്പുള്ളൊരു സംഭവം പോലെ നൈസായിട്ട് കിട്ടും. ഇനി നമ്മുടെ കൈകളിലോട്ട് എടുക്കുക. പഞ്ചസാരയും റോസ് വാട്ടറും ജെല്ലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം. അപ്പം നമുക്കറിയാൻ പറ്റും എവിടെയാണ് നമ്മുടെ കൂടുതലായിട്ടുള്ളതെന്ന്. അപ്പോൾ കുഞ്ഞൊരു നമ്മുടെ ഇതുണ്ടെങ്കിലാണ് നമുക്ക് ആ ഭാഗം കറക്റ്റ് ബേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് നെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഉള്ള ഭാഗത്ത് നമ്മൾ കൂടുതലൊന്ന് കൈ വെച്ച് മസാജിങ് കൊടുത്തിട്ട് അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും ഈ ഭാഗം ഇവിടെയൊക്കെ അതിൻ്റെ ഇച്ചിരിച്ച ഒരു ടാനും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇരിക്കുന്നതായിട്ട് അറിയാൻ പറ്റും. നമ്മളിത് കയ്യിലോട്ട് എടുത്തു 2 കൈയിലൂടെ പിടിച്ചിട്ട് നേരെ ഇങ്ങനെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒന്ന് കൊടുക്കാം. ഇത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫേസിൽ എന്ത് ചെയ്താലും ചെവി, മൂക്ക്, ചുണ്ടിലൊക്കെ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ കൈക്കും കൂടെ ഇത് മസാജ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നന്നായിട്ടൊരു മസാജ് ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊരു നൈസായിട്ട് മസാജ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഒരിക്കലും ഈ ചൂട് കാലത്ത് ഫേസ് വാഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കാതെ ഇങ്ങനത്തെ കാര്യം യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് പാൽപ്പൊടിക്കകത്ത് ഇച്ചിരി നാരങ്ങ നീരോ അല്ലെ പാൽപ്പൊടിക്കകത്ത് ചൂട് വെള്ളം ഒഴിച്ചിട്ട് അല്ലെ തണുത്ത പാലിൽ ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ചെയ്തു. ഇനി നമുക്ക് മുഖം ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് തുടച്ചെടുക്കുകയാണ് ഏറ്റവും. അപ്പോൾ നമ്മുടെ ഫേസ് നമ്മളൊരു വെള്ളത്തിലൂടെ കഴുകി ഇനി ജസ്റ്റ് ഒന്ന് ടവൽ വെച്ചൊന്ന് ഒപ്പുക. നമ്മുടെ ചെവി, കഴുത്ത്, കൈ ഒക്കെ അങ്ങ് ഒപ്പിയിട്ട് പിന്നെ ഒന്നുകൂടെ ടിഷ്യൂ പതിപ്പിക്കണം. ടിഷ്യൂ വെച്ചാണ് പൂർണ്ണമായിട്ട് ഇത് മാറുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ ആ ഫുള്ള് സ്കിന്നിലെ ഇതൊക്കെ പോയി നല്ലൊരു സ്കിന്നൊന്ന് നല്ല ടൈറ്റായി നല്ല സ്മൂത്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇനിയാണ് സൺസ്ക്രീൻ എടുക്കേണ്ടത്. അപ്പോൾ സൺസ്ക്രീൻ എടുക്കുമ്പോൾ നമുക്കറിയാം എപ്പോഴും നമ്മുടെ കയ്യിലോട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക. ഇത് നമ്മുടെ ലാക്ടോ കലാമിൻ്റെ ആണ്. അപ്പോൾ അത് നല്ലൊരു കമ്പനിയാണ്. എപ്പോഴും നല്ല കമ്പനികൾ മാത്രം നോക്കി വാങ്ങിക്കുക നമ്മുടെ ഫേസിലൊക്കെ ഇടുന്ന കാര്യങ്ങൾ. എന്നിട്ട് ഇങ്ങനെ ഡോട്ട് കൊടുക്കുക. അപ്പോൾ നെറ്റി കൊടുക്കണം, മൂക്ക് കൊടുക്കണം, കണ്ണിൻ്റെ അവിടെ, നമുക്ക് താടി, കഴുത്തിൻ്റെ പുറകെ മസ്റ്റായിട്ട് കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്താലും കഴുത്തും കയ്യിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നല്ല മസാജിങ് കൊടുക്കാം. പതുക്കെയുള്ള മസാജിങ് ആണ് നല്ലത്. അപ്പോൾ എപ്പോഴും നമ്മൾ കഴുത്തിങ്ങനെ മേളിലോട്ട് കൊടുക്കുക. കഴുത്തിങ്ങനെ തൂത്ത്
ചെവീനെയും കൂടെ ഒരു കുഞ്ഞ് മസാജിങ് കൊടുക്കണം. ചെവി എപ്പോഴും നമ്മുടെ ബോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതിനെ ഒരു നീറ്റും ക്ലീനും ചെറുതായിട്ടൊരു മസാജിങ് കൊടുത്തൊക്കെ വെക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അത് നമ്മുടെ സ്കിന്നിലോട്ട് ഒബ്സർവ് ആകും. നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും.